ഷാഫി പറമ്പിൽ എംപിക്കെതിരെയുള്ള ആക്രമണത്തിൽ കുറ്റക്കാർക്കെതിരെ എഫ്ഐആർ പോലും ഇട്ടിട്ടില്ല എന്നുള്ളത് ആഭ്യന്തര വകുപ്പിന്റെ പരാജയം എന്നുറപ്പിക്കുകയാണ്. പക്ഷേ ഇന്ത്യൻ പാർലമെന്റ് പണി തുടങ്ങിയിട്ടുണ്ട്. കാരണം ഒരു എംപിയാണ് CPMന്റെ ഗുണ്ടകൾ ആക്രമിച്ചത്. പാർലമെന്റ് അന്വേഷണം വന്നാൽ പണി പോകുമെന്ന് പ്രമുഖ ഉദ്യോഗസ്ഥർക്ക് ഉറപ്പായതിനാലാണ് യഥാർത്ഥ പ്രതിയെ അവർ കാണിച്ചു കൊടുത്തു എന്ന വാർത്തയാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. ആക്രമികൾ പേരാമ്പ്രയിൽ ഷാഫി പറമ്പിൽ എംപിക്കെതിരെയുള്ള വധശ്രമം നടത്തുന്നതിന് തൊട്ടുമുമ്പ് മാരകായുധങ്ങളുമായി സംഘടിച്ചിരുന്ന CPM ഗുണ്ടകൾക്ക് ഒപ്പമായിരുന്നു പോലീസ് CI ആയ അഭിലാഷ് ഡേവിഡ് എന്നതാണ് കണ്ടെത്തിയിരിക്കുന്നതും. CPM പ്രവർത്തകർ തമ്പടിച്ച ബസ് സ്റ്റാൻഡ് ഭാഗത്ത് അഭിലാഷിനെ ഡ്യൂട്ടിക്ക് കണ്ട വിവരം രഹസ്യ അന്വേഷണത്തിന് വിഭാഗത്തിന് ലഭിച്ചിട്ടുണ്ട്. ആ സമയത്ത് പ്രവർത്തകരുമായി ചെറിയ തർക്കവും നടന്നു. ഇതിനുശേഷം അദ്ദേഹം അവിടെ നിന്ന് മാറി ഷാഫിയും UDF പ്രവർത്തകരുള്ള ഭാഗത്തേക്ക് നീങ്ങുകയായിരുന്നു എന്നതും വ്യക്തമാണ്. ഇതെല്ലാം അറിയുന്നതുകൊണ്ടാണ് പേരാമ്പ്രയിൽ കുഴപ്പമുണ്ടാക്കിയ പോലീസുകാരനെ AI ടൂൾ ഉപയോഗിച്ച് കണ്ടുപിടിക്കാനുള്ള പോലീസ് അന്വേഷണം അവസാനിപ്പിച്ചത്. അത് CPMന്റെ രാഷ്ട്രീയ നിർദ്ദേശത്തെ തുടർന്നാണെന്ന് വ്യക്തമായിട്ടുണ്ട്. കുഴപ്പക്കാരെ കണ്ടെത്തുമെന്ന് SP പറഞ്ഞതിന്റെ പിറ്റേ ദിവസം തന്നെ അത് വേണ്ടെന്ന രാഷ്ട്രീയ നിർദ്ദേശവും സർക്കാരിൽ നിന്ന് വന്നതും. അതോടുകൂടിയാണ് ഷാഫി അല്പം നിലപാട് കടുപ്പിച്ചത്. അതായത് ഇതുവരെ തന്റെ മൊഴി പോലും പോലീസ് രേഖപ്പെടുത്തിയിട്ടില്ല എന്ന ഷാഫി പറമ്പിലിന്റെ പരാതി ആഭ്യന്തര വകുപ്പിന്റെ തകർച്ചയാണ് കാണിക്കുന്നത്. FIR രജിസ്റ്റർ ചെയ്തിട്ട് പോലും അറിവില്ലെന്ന ഒരു MPക്ക് പറയേണ്ടി വരുന്നത് ഗൗരവപൂർവ്വം കാണുകയാണ് ഇന്ത്യൻ പാർലമെന്റ്. സംഘർഷം പോലീസ് ബോധപൂർവം സൃഷ്ടിച്ചതാണ്. DYSP ഹരിപ്രസാദ് കയ്യിൽ ഗ്രാനേഡ് വെച്ചാണ് ലാത്തിചാർജ് നടത്തിയത്. കയ്യിൽ നിന്ന് ഗ്രാനേഡ് പൊട്ടിയാണ് പരിക്കേറ്റത്. ഹരിപ്രസാദിനെ ആശുപത്രിയിൽ പ്രവേശിച്ചപ്പോൾ ഷാഫി അഡ്മിറ്റ് ആയില്ലേ എന്ന പോലീസിന്റെ ചോദ്യം തല്ലിക്കൊല്ലാൻ നടത്തിയ ഗൂഢാലോചന തെളിയിക്കുകയാണ്. ലാത്തിചാർജിന്റെ മറവിൽ MPയെ വധിക്കാനുള്ള എല്ലാ തയ്യാറെടുപ്പുമായിട്ടാണ് ഈ പോലീസ് ഗുണ്ട വന്നത്. CPMന് വേണ്ടി എതിരാളികളെ ഇല്ലാതാക്കാൻ പോലീസിനുള്ളിൽ തന്നെ ഗുണ്ടകളെ വളർത്തുന്നതാണ് ഈ ഭരണത്തിന്റെ പ്രത്യേകത. അത്തരം ഗുണ്ടകൾ എന്തു ചെയ്താലും അവർക്കെതിരെ നടപടി ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ് അവർക്ക് കിട്ടിയ സംരക്ഷണം. എന്നാൽ കൊടും ക്രിമിനൽ ആയതുകൊണ്ട് CI അഭിലാഷ് ഡേവിഡിനെ പിരിച്ചുവിടാനായി സിറ്റി പോലീസ് കമ്മീഷൻ നാഗരാജു കത്ത് നൽകിയതാണ്. അതാണിപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. എന്നാൽ അത് റദ്ദാക്കിയാണ് സർക്കാർ അഭിലാഷിനെ സർവീസിൽ തിരിച്ചെടുത്തത്. അഭിലാഷ് ഡേവിഡിനെ പിരിച്ചുവിടാനുള്ള നടപടി ആരംഭിച്ചുവെങ്കിലും പാതി വഴിയിൽ ഉപേക്ഷിക്കുകയായിരുന്നു. ഗുണ്ടാബന്ധം ആരോപിച്ച് അഭിലാഷ് ഡേവിഡിനെ പിരിച്ചുവിടാൻ തീരുമാനിച്ചിരിക്കുന്നത്. പക്ഷേ ആ ഗുണ്ടാ തലവനായ പോലീസുകാരനെ CPM പോലീസിനുള്ളിലെ ആസ്ഥാന ഗുണ്ടയാക്കി നിയമിക്കുകയായിരുന്നു. എത്രയോ കോൺഗ്രസുകാരെ തല്ലിച്ചതച്ചവൻ ഷാഫിയുടെ നേരെ പോയതോടെ കളി മാറി. വടകരയിലെ കൺട്രോൾ റൂം ഇൻസ്പെക്ടറായ അഭിലാഷ് ഡേവിഡ് പേരാമ്പ്രയിലേക്ക് പോയത് സ്പെഷ്യൽ ഡ്യൂട്ടിയിൽ ഷാഫിയെ ലക്ഷ്യം വെച്ചായിരുന്നു. ഈ ക്രിമിനലിന്റെ കയ്യിലെ ലാത്തിയടിയിൽ നിന്നും തലനാഴിയിലേക്കാണ് ഷാഫിയുടെ തല തകർന്നു പോവാതെ രക്ഷപ്പെട്ടത്. ഇപ്പോൾ സംഭവം വിശദമായ നടപടിക്കായി ലോകസഭാ പ്രിവിലേജ് കമ്മിറ്റിയുടെ മുന്നിൽ എത്തിയതോടെയാണ് ഷാഫി തെളിവ് സഹിതം മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്നത്. ഇത് ലോകസഭ ഒരു തെളിവായി പരിഗണിക്കും. അഭിലാഷ് ഡേവിഡ് എന്ന ഈ പോലീസുകാരന്റെ ഗുണ്ടാ ചരിത്രവും പോലീസിന്റെ ക്രിമിനൽ ബുദ്ധിയും ഒപ്പം എല്ലാ തെളിവുകളോടെ CPയെ ആക്രമിക്കുന്ന രംഗവും കൂടി ആയപ്പോൾ അഭിലാഷ് ഡേവിഡിന്റെ കുപ്പായം ഊരിവെക്കാം എന്നുള്ളത് ഉറപ്പായി കഴിഞ്ഞു.